ചിലത് സത്യമായി തോന്നും. എന്നാൽ എല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല. ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, അവ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് പരിശോധിക്കുമേ. 1 യോഹന്നാൻ 4:1. ഇന്ന് നാം കാണാൻ പോകുന്ന കഥ വിശ്വാസത്തിൽ വളർന്ന് സ്വപ്നങ്ങൾ കണ്ട് ജീവിച്ച, പക്ഷേ മതിൽ വാക്കുകളുടെ മുമ്പിൽ വെളുത്തിപ്പോയ ഒരു പെൺകുട്ടിയുടെ ജീവിത കഥയാണ്. Hi Annie, you're so different, so pure. Thank you, Da. സ്നേഹമായി തോന്നുന്ന അവന്റെ വാക്കുകൾ അവൾക്ക് ആശ്വാസമാകുന്നു. ആനി, നിന്റെ കുടുംബം നിന്നെ നിയന്ത്രിക്കുകയല്ലേ? അല്ല, അവരെനിക്ക് നല്ലത് മാത്രമേ ആഗ്രഹിക്കൂ. എന്നാൽ ഞാൻ നിനക്ക് അവർ തരുന്നതിനേക്കാൾ സന്തോഷം തരാം. അവൾക്ക് അവന് സ്നേഹം തോന്നി തുടങ്ങുന്നു. നിന്റെ വിശ്വാസം പഴയതാണ്. പുതിയ ജീവിതം വേണമെങ്കിൽ നിനക്ക് മാറ്റം വേണം. അപ്പോ എന്റെ ഈശോയെ ഞാൻ ഉപേക്ഷിക്കണ്ടേ? ഇവയെല്ലാം തടസ്സങ്ങളാണ്. എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ഇവയെല്ലാം ഈ ഉപേക്ഷിക്കും. കുടുംബ പ്രാർത്ഥനയുടെ ഇടയിൽ പോലും അവനെ കുറിച്ചുള്ള ചിന്ത അവളെ അലട്ടിക്കൊണ്ടിരുന്നു. സ്നേഹങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം അല്ല നാമം. ആണി, നീ പ്രാർത്ഥന വിട്ടുപോയല്ലോ. എന്തോ തെറ്റുണ്ട്. എന്താ പറ്റിയേ? നീ എന്നോടൊന്നും പറയാനോ ഉപദേശിക്കാനോ വരണ്ട. നീ നിന്റെ കാര്യം നോക്ക്. ആത്മീയമായ ഒറ്റപ്പെടുത്തലാണ് വഞ്ചനയുടെ ശക്തമായ ആയുധം. എനിക്ക് പേടിയാവുന്നുണ്ട്. ഇത് ശരിയാവുമോ? നീ പേടിക്കണ്ട, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നിന്നോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ മുന്നിൽ വരുന്നത്. എന്നെ ചതിക്കല്ലേ. ഞാൻ എന്തിനു വരുന്നത് നിന്റെ കൂടെ ഉണ്ടാവും. നീ ധൈര്യമായിട്ട് ഇറങ്ങിയതാ. എന്നാ വിട്ടു, ഞാനിപ്പോ പുറത്തോട്ടിറങ്ങാം. നമ്മളിനി പുതിയൊരു ജീവിതം നടത്താൻ പോവുകയാണ്. നീ എന്നെ നന്നായി നോക്കില്ലേ? ഞാൻ നിന്നെ വിശ്വസിച്ചാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഞാൻ നിന്നെ നന്നായി നോക്കും. നിന്നെ ഞാൻ സങ്കടപ്പെടുത്തില്ല. ഒരു പെൺകുട്ടി എങ്ങനെ തന്നെ വലയിലാക്കാം എന്നറിയാവുന്ന അമീർ അവളെ വലയിലാക്കുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ഞാൻ വീട്ടിലിരുന്ന് മടുത്തു. നിന്നെ ഒന്ന് പുറത്തോട്ട് പോകുന്നു. നീ പറയുമ്പോ നിന്നെ പുറത്തോട്ടാ. ഞാൻ നിന്റെ അപ്പനല്ല. ഞാൻ പറയുന്നതനുസരിച്ച് വീട്ടിൽ തന്നെ ഇരുന്നോണം. അവളുടെ തെറ്റ് അവൾക്ക് മനസ്സിലായി. തന്റെ അപ്പനെയും അമ്മയും കാണണമെന്ന് അവൾ അതിയായി ആഗ്രഹിക്കുന്നു. എന്നാൽ അവൻ അവളെ അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഒരവസരം കിട്ടിയപ്പോൾ അവൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. സാറേ, എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയെയും കാണണം. എൻ്റെ ഭർത്താവ് എന്നെ അതിന് സമ്മതിക്കുന്നില്ല. ഞാനെന്ന് പറയുമ്പോൾ അവരെന്നെ ഉപദ്രവിക്കുവോ സാറേ? എനിക്ക് അവരെ കാണണം. എനിക്കറിയാം സാറേ. ആനി അവരെ വിളിക്കുന്നു. അവനവളെ കാണാൻ വരുന്നു. അപ്പൻ മനോവിഷമം മൂലം കാറിൽ തന്നെ ഇരിക്കുന്നു. അമ്മ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. അവൾ നടന്ന കാര്യങ്ങൾ മുഴുവൻ അമ്മയോട് പറയുന്നു. എന്റെ മോളെ, നീ എന്തിനാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്തത്? നമ്മൾ എത്ര സന്തോഷത്തോടെ ജീവിച്ചിരുന്നവരാ. നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കയറാൻ ഈ പള്ളികളിൽ. അവരെന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു എൻ്റെ മനസ്സ് മാറ്റി എന്നെ നിങ്ങളിൽ നിന്നും അകറ്റി. ഞാൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന എൻ്റെ ദൈവത്തിൽ നിന്നും അകറ്റി. അവൻ്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ കുറച്ചു നാൾ മുമ്പ് അവൻ എന്നെ കൊല്ലാൻ വരെ നോക്കിയമ്മേ. എന്റെ കുഞ്ഞെ, സ്നേഹം എന്ന പേരിൽ നിന്നെ ഹൈറ്റിലേക്ക് തള്ളുകയല്ലേ അവൻ ചെയ്തത്. നിന്നെ ഞങ്ങൾ ഒരു കുറവും വരുത്താതെയാണ് ഈ നിലയിലെത്തിച്ചത്. നിന്നെ ജീവന തുല്യം ഞാനും അച്ഛനും സ്നേഹിച്ചു. ഞങ്ങളെ കരയിച്ച് നീ ഇറങ്ങിപ്പോയി. എങ്കിലും നിനക്ക് വേണ്ടി ഞങ്ങൾ കരയാത്ത ദിവസങ്ങൾ. അമ്മേ, ഞാൻ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ കണ്ണീര് ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. എന്നാൽ അന്ന് അവന്റെ കൈ എന്റെ കഴുത്തിൽ മുറിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നിങ്ങളുടെ സ്നേഹമാണമ്മേ. നീ അമ്മയെ വിട്ടു പോയാലും നിന്റെ അമ്മ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാകും മോളെ. നിനക്കൊരു വേദന വന്നാൽ അത് ഞാൻ സഹിക്കില്ല. ഞാൻ വീട് വിട്ടത് സ്വാതന്ത്ര്യം തേടിയാണ്.
പക്ഷേ ഞാൻ പഠിച്ചത് സ്വാതന്ത്ര്യം സ്നേഹം വിട്ട് കിട്ടില്ല എന്നതാണ്. അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്നു. ഒരു വീട് പൂർണ്ണമാകുന്നത് ചുവരുകൾ കൊണ്ടല്ല, മക്കൾ തിരികെ വരുമ്പോഴാണ്. തെറ്റുകൾ സംഭവിക്കാം, പക്ഷേ കുടുംബസ്നേഹം എപ്പോഴും തിരുത്താനുള്ള അവസരം നൽകും.